നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എം.ജി. പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. പ്രതീഷ്, ഇത് ആർക്കൊക്കെതിരെയാണ് കേസ്? ആക്ടർ കൃഷ്ണകുമാറിനെയും ദിയ കൃഷ്ണയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ദിയ കൃഷ്ണയുടെ സ്ഥാപനമാണ് ഒ.ബൈ.ഒ.സി ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാൽ പുതിയൊരു വിവാദം കൂടി വന്നിരിക്കുവാണ്. ഒ.ബൈ.ഒ.സിയിൽ ജോലി ചെയ്യുന്ന 3 ജീവനക്കാർ അവിടെ നിന്ന് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നും പറഞ്ഞ് കൃഷ്ണകുമാറും ദിയ കൃഷ്ണയും പോലീസിൽ പരാതി കൊടുത്തിരിക്കുവാണ്. അതായത് ആ സ്ഥാപനത്തിലുള്ള QR കോഡ് മാറ്റിയിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള QR കോഡ് അവിടെ റീപ്ലേസ് ചെയ്തിട്ട് അങ്ങനെയാണ് പൈസ തട്ടിയെടുത്തത് എന്നാണ് പറയണത്. എന്നാൽ ഇതേ ജീവനക്കാർ തന്നെ കൃഷ്ണകുമാറിന്റെ പേരിലും ദിയ കൃഷ്ണയുടെ പേരിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവരെ തട്ടിക്കൊണ്ടുപോയി അവരുടെ കയ്യിരിക്കുന്ന പൈസയെല്ലാം ഇവർ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലും പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എം.ജി. പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. പ്രതീഷ്, ഇത് ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? കൃഷ്ണകുമാർ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? ജി.കെ. മ്യൂസിയം പോലീസ് നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ജി കൃഷ്ണകുമാറിന്റെ പരാതിയിൽ എടുത്ത കേസാണ്. അത് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ കവടിയാറിൽ നടത്തിയൊരു സ്ഥാപനത്തിൽ അതേ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയിരുന്നു. അതേ സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്ന QR കോഡ് മാറ്റി 2024 മുതൽ തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു ജി കൃഷ്ണകുമാറും മകളും നൽകിയ പരാതി. 2024 തൊട്ട് തുടങ്ങിയ തട്ടിപ്പാണ് എന്ന്. അതായത് ഏകദേശം നല്ല വലിയൊരു എമൗണ്ട് ആണ്. 69 ലക്ഷം എന്ന് പറയുന്നത് അത്ര ചെറിയ എമൗണ്ട് ഒന്നും അല്ല. ഇത്രയും കാശ് പോയിട്ട് ഇവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നോ? ഈ ഒരു സ്ഥാപനത്തിൽ പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലേടേ. ഒരു ചെറിയൊരു സ്ഥാപനമായാൽ തന്നെ 1000 രൂപ നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇവരുടെ സ്ഥാപനത്തിൽ ഇരിക്കുന്ന പ്രൊഡക്ഷനൊന്നും കണക്കൊന്നുമില്ലേ. ഓരോ പ്രൊഡക്റ്റ് കുറയും തോറും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടോ ഇതെല്ലാം ചെക്ക് ചെയ്യാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ടന്റും കാര്യങ്ങളും എല്ലാം ഒരു സ്ഥാപനത്തിൽ കാണത്തില്ലേ? ഇതൊന്നും ഇവർക്കില്ലേ? 69 ലക്ഷം എന്ന് പറയുന്നത് എന്തോ ചില്ലറ കാര്യം കാണുവാണോ? എന്തോന്നിത്? ഈ പരാതിയിൽ ആ സ്ഥാപനത്തിലെ 3 ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം അതിൽ ജീവനക്കാരിയായ ഒരാളുടെ ഭർത്താവ് കൃഷ്ണകുമാറിന്റെ മകളെ ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച മറ്റൊരാൾക്കെതിരെയും അങ്ങനെ 4 പേർക്കെതിരെയാണ് ഈ ജി കൃഷ്ണകുമാറിന്റെ കുടുംബം നൽകിയ പരാതിയിൽ കേസെടുത്തത്. ഇതിൽ 69 ലക്ഷം രൂപ ഈ ജീവനക്കാർ തട്ടിയെടുത്തുവെന്നതാണ് ജി കൃഷ്ണകുമാറിന്റെ പരാതി. ഇതിനു പിന്നാലെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞ് ഈ ജീവനക്കാരെ വിളിച്ചു വരുത്തുകയും അവരെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പണം കവർന്നു എന്നതിനാണ് ജി കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ മറ്റൊരു കേസ് കൂടി ഇപ്പോൾ മ്യൂസിയം പോലീസ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇനി ഇങ്ങനെയുള്ള സ്കാം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ തിരിച്ച് അവരെ തട്ടിക്കൊണ്ടുപോയി എന്ന് മേ ബി അവർ ഒരു കൗണ്ടർ എന്നുള്ള രീതിയിൽ തിരിച്ച് പരാതി കൊടുത്തായിരിക്കും. മേ ബി ഒരു വ്യാജ പരാതി കൊടുത്തതാവാം. ഇതിന്റെ സത്യം പോലീസുകാരെ കണ്ടുപിടിക്കട്ടെ, ഇവർ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, എന്തായി കഴിഞ്ഞാലും നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. 69 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അവിടുന്ന് 1 രൂപ പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കത്തില്ലേ? അത്രയും വലിയൊരു എമൗണ്ട് പോയിട്ടും കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കത് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തായാലും അത് പോലീസുകാർ തന്നെ കണ്ടുപിടിക്കട്ടെ. ഇനി ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ദിയ കൃഷ്ണ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സ്റ്റോറി വായിച്ചു തരാം. ഹലോ ഡിയർ ഇൻസ്റ്റാ ഫാമിലി, if anyone has visited my store anytime and the staffs requested to pay the amount to their personal number or scanner, please do let me know immediately. Please do not pay to any staff's personal number. My personal account number scanner is provided in the store. ഇങ്ങനെ ഒരു സ്റ്റോറി ദിയ കൃഷ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്റ്റാഫുകളുടെ പേഴ്സണൽ അക്കൗണ്ടിലോട്ടോ അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്കാനറിലോട്ടോ നിങ്ങൾ കാശ് അയക്കരുത്. എൻ്റേതായിട്ടുള്ള, അതായത് എൻ്റെ സ്വന്തം അക്കൗണ്ടിൻ്റെ സ്കാനർ ഓൾറെഡി ആ ഒരു ഷോപ്പിലുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ദിയ കൃഷ്ണ ഇതിനകത്ത് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ടേൺ ഓവറൊക്കെ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കാണും, പല ആൾക്കാരും കാണും ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ. അപ്പം ഇത്രയും വലിയൊരു സ്കാം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും വൈകിയത് എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് കണ്ടുപിടിക്കാനായിട്ട്. എനിക്ക് ആ ഒരു കാര്യത്തിനകത്തോട്ട് അങ്ങനെ വിശ്വാസം വരുന്നില്ല. ദിയ അതിൻ്റെ കൂടെ വേറെ 2-3 സ്ക്രീൻഷോട്ട്സും ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സൈഡിൽ കൊടുത്തിരിക്കാം. അതിനകത്ത് പറയുന്നുണ്ട്, കൾപ്രിറ്റ്സ് ദെയർ ഫേസ് ആൻഡ് ഐഡൻറ്റിറ്റി വിൽ ബി റിവീൽഡ് ടുമോറോ. ദേ സ്കാംഡ് എ
pregnant woman for so long even when I was hospitalized. പുള്ളിക്കാരത്തി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് പോലും ഇതുപോലത്തെയുള്ള തട്ടിപ്പുകളാണ് നടന്നതെന്ന്. മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥാപനത്തിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ദിയ കൃഷ്ണ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കാരത്തി ഇപ്പം പ്രഗ്നന്റ് ടൈം ആയതിൻ്റെ പേരിൽ ഇതൊന്നും കൂടുതലായിട്ട് ശ്രദ്ധിച്ച് കാണാനും ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, 1000-2000 രൂപയൊന്നും അല്ല പോയത്, ഏകദേശം 69 ലക്ഷമെന്നാണ് ഒരു വാർത്തയിൽ പറയണത്. എന്തായാലും ബാക്കിയുടെ കണ്ടുനോക്കാം. ഈ ജീവനക്കാരികളുടെ കയ്യിൽ നിന്ന് 8 ലക്ഷത്തിലധികം രൂപ ഈ വാങ്ങിയെടുത്തതിന്റെ രേഖകൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിൽ കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് നിലവിൽ മ്യൂസിയം പോലീസ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം ജി കൃഷ്ണകുമാറിന്റെ മകളായ ദിയ കൃഷ്ണയ്ക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 8 ലക്ഷം രൂപ അടുപ്പിച്ച് ഇവർ തിരിച്ചു പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പം 100% അവിടെ ഇതുപോലെ ഒരു സ്കാം നടന്നിട്ടുണ്ട്, അതിനകത്ത് യാതൊരു തർക്കവും. ഇത്തരത്തിൽ 2 കേസുകളാണ് ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതിയിൽ എടുത്തിരിക്കുന്നത്. ഒന്ന്, ഇത്തരത്തിൽ സാമ്പത്തിക തിരിമറി കൃഷ്ണകുമാറിന്റെ മകളുടെ സ്ഥാപനത്തിൽ നടത്തിയതിന് 3 ജീവനക്കാർക്കെതിരെയും ആ ജീവനക്കാരിലെ ഒരാളുടെ ഭർത്താവിനെതിരെയുമാണ്. ടോട്ടൽ 4 പേരുടെ പേരിലാണ്, അതായത് അവിടെ ജോലി ചെയ്യുന്ന 3 ലേഡീസ് ആയിരുന്നു. ഒരു ലേഡിയുടെ ഹസ്ബൻഡിനെതിരെയുമാണ് കേസ്. അതായത് ആ ലേഡിയുടെ ഹസ്ബൻഡ് ദിയ കൃഷ്ണയെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാണ് കേസുള്ളത്. ഇനി ദിയ കൃഷ്ണയുടെ പേരിലും ഇതുപോലെ പരാതിയും കാര്യങ്ങളും ഉണ്ട്. കൃഷ്ണകുമാറിന്റെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലൊക്കെയുള്ള പരാതികളാണ്. സോ ഈ ഒരു പരാതികൾ വ്യാജമാണെങ്കിൽ നിലനിൽക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇവരുടെ പേരിലും ആക്ഷൻ പോലീസുകാർ എടുത്തിരിക്കും, യാതൊരു സംശയവുമില്ല. കാര്യം നമ്മൾ തട്ടിക്കൊണ്ട് പോവുക, അവരുടെ നിന്ന് പൈസ പിടിച്ച് പറിക്കുക എന്നൊക്കെ പറയണത് നിയമത്തിനെതിരാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. അത് കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇതുപോലെയൊക്കെയുള്ള വലിയ സ്കാമുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ സ്പോട്ടിൽ പരാതി കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും നീതി കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നിയമം കയ്യിലെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു കാശ് കിട്ടാൻ പോകുന്നില്ല. കോടതി കയറി ഇറങ്ങി നിങ്ങളുടെ പേരിലും കേസായിട്ട് വലിയ പ്രശ്നത്തിലോട്ട് പോകത്തേ ഉള്ളൂ. അവരെ ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കാൻ അല്ലെങ്കിൽ പണം തിരിച്ചുപിടിക്കാനായി ഇവരെ വിളിച്ചു വരുത്തി ഒരിടത്ത് കൊണ്ടുപോയി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചു എന്നതാണ് ജീവനക്കാരുടെ പരാതി. ആ പരാതിയിലാണ് കൃഷ്ണകുമാറിന്റെ മകൾക്കുമെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ മ്യൂസിയം പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരുന്നുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നതാണ് മ്യൂസിയം പോലീസ് അറിയിക്കുന്നത്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ ഈ വാർത്തയിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി ദിയ കൃഷ്ണ കഴിഞ്ഞ ആഴ്ച, അതായത് ഒരാഴ്ചയ്ക്ക് മുന്നേ ഇട്ട സ്റ്റോറിയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, സിനി ലൈഫ് എന്ന് പറയുന്ന ചാനലിനകത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്കാരത്തി ഒരു പേഴ്സണൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് കുറേ വീഡിയോസിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങും വീഡിയോ കാണാനായിട്ട് ഇടയായിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ചാനലിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. അതൊന്ന് കേൾക്കാം. സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ദിയ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ആരാധകരേറെയാണെന്ന് പറയാം. ദിയയോട് ആരാധകരെല്ലാം ചോദിക്കുന്നതും ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പോൾ അക്കൂട്ടത്തിൽ ദിയയ്ക്ക് പറയാനുള്ളതൊരു സങ്കട കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഉള്ള കാര്യം. ദിയയുടെ മുൻ സ്റ്റാഫുകൾ തന്നെയാണ് ഇപ്പോൾ തന്നെ പറ്റിച്ചത് എന്നാണ് ദിയ പറയുന്നത്. മുൻ ജീവനക്കാരികളായി വന്ന വനിതകളുടെ പേരാണ് ഇപ്പോൾ 1 വർഷമായി തട്ടിപ്പ് നടത്തിയെന്ന വിവരത്തിൽ ദിയ കൃഷ്ണ പറയുന്നത്. ആദ്യം ഓൺലൈനായി നടന്നിരുന്ന ബിസിനസ് അടുത്തിടെ തിരുവനന്തപുരം നഗരത്തിലെ തന്നെ ഒരു ഷോറൂം എടുത്ത് മാറ്റുകയായിരുന്നു ദിയ. അവിടെ തന്നെ 3 സ്റ്റാഫുകളുണ്ടായിരുന്നു. ആ 3 സ്റ്റാഫുകളും കൂടി പറ്റിച്ചു എന്നാണ് ഇപ്പോൾ ദിയ പറയുന്നത്. നിലവിൽ ഓൺലൈനായും ഷോറൂം വഴിയും വിൽപ്പന നടക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പേയ്മെൻറ്റുകൾ ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടന്നു എന്ന പരാതിയാണ് ദിയ കൃഷ്ണ ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വീഡിയോ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അതായത് പല ആൾക്കാരും ഇവർക്ക് പൈസ അയച്ചു കൊടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടാണ് കണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധക്കുറവിൻ്റെയാണ്. നമ്മൾ ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോകുമ്പം ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മളിനി ഇതിനെ പറ്റിയിട്ട് വന്ന് അഭിപ്രായം പറയുമ്പം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാർ, കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന കൃഷ്ണകുമാറിൻ്റെ വൈഫ് വന്നൊരു ഡയലോഗ് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും. യൂട്യൂബേഴ്സിന് ഒരു തൊഴിലും ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവന്മാരാണ്, അമ്മമാർ വായിത്തോന്ന പറയും ഇത് എന്നൊക്കെ. ഇപ്പം നിങ്ങൾക്കൊരു ഇഷ്യൂ വന്ന സമയത്ത് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എടുത്തു വെച്ചിട്ടാണ് ഇത് റിയാക്ട് ചെയ്യണത്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റിയാക്ട് ചെയ്യുന്ന എല്ലാ ചാനൽസുകളും നിങ്ങളുടെ ഒപ്പം തന്നെ ആയിരിക്കും നിൽക്കുന്നത്. അതിന് എല്ലാവരെയും പുച്ഛമായിട്ടും ആക്ഷേപിച്ചിട്ടും യാതൊരു പ്രയോജനവുമില്ല. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആരെയും കൊച്ചാക്കി കാണരുത്. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. തൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലെ മുൻ ജീവനക്കാർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ എത്തിയിട്ടുണ്ടായിരുന്നു. ഹുബായോസി എന്ന ആഭരണങ്ങളും സാരിയും വിൽക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ ജീവനക്കാരികളാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. കടയിലും ഓൺലൈനിലൂടെയും കടയിലും യഥാർത്ഥ പേയ്മെൻറ്റ് സ്കാനറിന് പകരം ആരോപിതരായ ജീവനക്കാരികൾ തങ്ങളുടെ സ്വന്തം നമ്പറുകൾ നൽകി എന്നാണ് ദിയ പറയുന്നത്. കടയിലെയും ഓൺലൈനായും നൽകിയിട്ടുള്ള സ്കാനർ വർക്കാകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്
ഇവർ സാധനങ്ങൾ വാങ്ങിയവരോട് തങ്ങളുടെ നമ്പറിലേക്ക് പണം നയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. പ്രീമിയം കസ്റ്റമേഴ്സ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ പ്രധാനമായും തട്ടിപ്പ് നടത്തിയത്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു സ്ഥാപനത്തിനെതിരെയുള്ള വിവാദം നിങ്ങൾക്കറിയാമല്ലോ. പ്രധാനമായി ആൾക്കാർ പറഞ്ഞിരുന്നത് ഈ പ്രോഡക്റ്റ്സ് നമ്മൾ ഓൺലൈൻ വഴി ഇവരുടെ ഷോപ്പ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇതെല്ലാം ഡാമേജ്ഡായിട്ട് ഇവരെ കാണിക്കുമ്പം ഇതിൻ്റെ റീഫണ്ട് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഓപ്പണിംഗ് വീഡിയോ ഇല്ലെന്ന് പറയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വിവാദമായിരുന്നു. ഒരുപാട് ആൾക്കാർ അതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തതുമാണ്. അപ്പം അന്നേ ഈ പറയുന്നത് പോലെയുള്ള ചെറിയ ഇഷ്യൂസ് ഈ ഒരു സ്ഥാപനമായിട്ട് ചുറ്റിപ്പറ്റിയുണ്ട്. ഇതിപ്പോൾ അതിലും വലിയ നഷ്ടമാണ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഒരാളിൽ നിന്ന് 50,000 രൂപ വരെ തട്ടിയെടുത്തിട്ടുണ്ട്. നിരവധി കസ്റ്റമേഴ്സിനും തന്നെ ഇവർ ഇത്തരത്തിൽ പറ്റിച്ചു എന്നാണ് ദിയ പറയുന്നത്. തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ദിയ പങ്കുവച്ചിരിക്കുന്നത്. മുൻ ജീവനക്കാർ യഥാർത്ഥ QR കോഡിന് പകരം സ്വന്തം നമ്പറുകൾ നൽകുന്നുവെന്ന് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുമുള്ളൊരു സ്റ്റോറി ദിയ കൃഷ്ണ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു പിന്നാലെ നിരവധി പേരാണ് ദിയയ്ക്ക് ഇത്തരത്തിൽ ജീവനക്കാർ പറഞ്ഞത് പ്രകാരം അവർ നൽകിയ നമ്പറുകളിലേക്ക് പണം നൽകിയെന്നുമൊക്കെ ദിയ അറിയിച്ചത്. ഇതിൻ്റെ നമ്പറുകളുടെ സ്ക്രീൻഷോട്ടുകളെ തുടർന്ന് സ്റ്റോറിയും ദിയ പങ്കുവച്ചിട്ടുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നാണ് ദിയ കൃഷ്ണ അറിയിക്കുന്നത്. അന്ന് ദിയക്കെതിരെ ആരോപിച്ച പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ദിയ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, നമ്മൾ മെസ്സേജ് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു വാർത്ത ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്ക് പകുതി ആൾക്കാരും സന്തോഷിക്കത്തേ ഉള്ളൂ. കാര്യം അവരും ഇത് തന്നെയായിരിക്കും പറയുന്നത്, ഞങ്ങളുടെ കാശ് ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളും ഒരു കള്ളത്തരവും ചെയ്യാതെ ഓപ്പണിംഗ് വീഡിയോ ഉൾപ്പെടെ കാണിച്ചിട്ട് പോലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നൊക്കെ രീതിയിലുള്ള കമൻസുകൾ ഈ ഒരു വിഷയത്തിൽ പ്രതീക്ഷിക്കാം. അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, കൂടുതലായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. എന്തായാലും വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കാര്യം 69 ലക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ എമൗണ്ട് അല്ല, അത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. ജീവനക്കാരികളുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ പങ്കുവയ്ക്കുമെന്നും ദിയ അറിയിച്ചിട്ടുണ്ട്. ഗർഭിണി കൂടിയായ ഈ രീതിയിൽ വഞ്ചിക്കാൻ ശ്രമിച്ചതിന് വേദനിപ്പിക്കുന്നു എന്നാണ് ദിയ പറഞ്ഞത്. രണ്ടുപേരുടെ പേരാണ് യഥാർത്ഥത്തിൽ പ്രധാന കുറ്റവാളികളായി ദിയ എടുത്തു പറയുന്നത്. അവരുടെ മുഖവും മറ്റു പേര് വിവരങ്ങളും നാളെ വെളിപ്പെടുത്തും. ഗർഭിണി കൂടിയായ ഒരു സ്ത്രീയാണ് ഇവർ ഇത്രയും നാളും പറ്റിച്ചത്. ഞാൻ ആശുപത്രിയിലായിരുന്ന സമയത്തായിരുന്നു അവർ ഏറ്റവും കൂടുതൽ ഈ തട്ടിപ്പ് കൊണ്ടുപോയത്. എന്നോടോ എൻ്റെ സ്ഥാപനത്തിനോടോ എന്തെങ്കിലും ഒരു കൂറുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആശുപത്രിയിലുള്ള സമയമെങ്കിലും വെറുതെ ഇരുന്നേനെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് പോലീസുകാർ കണ്ടുപിടിക്കട്ടെ. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.